ഈ കാണുന്ന ഡിവൈസ് എനിക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടിയ ഡിവൈസാണ്. മൈക്ക് 2-ൽ 32-bit ഫ്ലോട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ആ ചുമന്ന ലൈറ്റ് കത്തിയിട്ടുണ്ട്, ഡയറക്റ്റ് റെക്കോർഡിംഗ് ആണ്. സ്റ്റോറേജ് ഉണ്ട്, ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യാം. അഡീഷണൽ ഞാൻ ഒരു ടെസ്റ്റും കൂടെ ചെയ്യാൻ പോവാണ്. ബ്ലൂടൂത്ത് പെയർ ചെയ്യാനുള്ള മോഡിലോട്ടായി, പക്ഷേ പെയറിംഗ് മോഡിൽ വന്നിട്ടില്ല. പെയറിംഗ് മോഡിൽ വരണമെന്നുണ്ടെങ്കിൽ DJI മൈക്ക് മിനി ഉള്ളപ്പം എന്തിനാണ് മൈക്ക് 2 വാങ്ങുന്നത്? മൈക്ക് 2-ന് അറൗണ്ട് 37,000 രൂപ വില വരുന്നുണ്ട്. മൈക്ക് മിനി 14,000 രൂപയ്ക്ക്. ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ അത് ഒന്ന് പരിശോധിക്കാം. ആദ്യമായി മൈക്ക് 2-ൽ 32-bit ഫ്ലോട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ഹയർ ഓഡിയോ ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് വയർലെസ് മൈക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് 32-bit. ഇത് റോഡിൻ്റെ ചില മൈക്കുകളിലുണ്ട്, ഇതുപോലെ കൂടിയ പല മൈക്കുകളിലുണ്ട്. അതുപോലെ DJIയുടെ ഈ മൈക്ക് 2 സീരീസിൽ 32-bit ഫ്ലോട്ടായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ കാരണം. ഈ കാണുന്ന ചുവന്ന ബട്ടൺ കണ്ടോ? ഇതിൽ നമ്മൾ പ്രസ് ചെയ്താൽ കണ്ടോ, ആ ചുമന്ന ലൈറ്റ് കത്തിയിട്ടുണ്ട്, ഡയറക്റ്റ് റെക്കോർഡിംഗ് ആണ്. അതായത് ഇതിന് ഇന്റേണൽ ആയിട്ട് സ്റ്റോറേജ് ഉണ്ട്, ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യാം. നമുക്കൊരു ബാക്കപ്പ് ആയിട്ട് ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഓൺ ആക്കി എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ബാക്കപ്പ് ആയിട്ട് റെക്കോർഡ് ആവും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് നമ്മുടെ ഓഡിയോ എന്തെങ്കിലും കാരണവശാൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബാക്കപ്പ് ഓഡിയോ നമുക്ക് കണ്ടന്റ് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു ഐഡിയാസോ കാര്യങ്ങളോ ഒക്കെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള വോയിസ് റെക്കോർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇൻ്റർഫേസ് ഇല്ലെങ്കിൽ പോലും ഇങ്ങനെ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന ചുവന്ന ബട്ടൺ കണ്ടല്ലോ, ഇതിങ്ങനെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ റെക്കോർഡ് ചെയ്യുന്ന ഈ സൗണ്ട് ഞാൻ ഇതിൽ ക്ലിപ്പ് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി മനസ്സിലാകാൻ പറ്റും. ആകെ ഡിസഡ്വാൻറ്റേജ് ഇത് ഈ ഡിസ്പ്ലേ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റെക്കോർഡ് ചെയ്ത ഇൻഫോസ് നമുക്ക് കാണാൻ പറ്റത്തില്ല. പിന്നീട് കമ്പ്യൂട്ടറിൽ കുത്തി നമുക്ക് ഡയറക്റ്റ് ആ ഫയൽസും കാര്യങ്ങളും നോക്കാനും റിട്രീവ് ചെയ്യാനും സാധിക്കുന്നതാണ്. DJIയുടെ സർവീസ് പറയേണ്ടതാണ്. ഈ കാണുന്ന ഡിവൈസ് എനിക്ക് റീപ്ലേസ് ചെയ്ത് കിട്ടിയ ഡിവൈസാണ്. ഇതിനു മുമ്പ് മേടിച്ച ഡിവൈസ് കേടാവുകയും പിന്നീട് ഒരു ഇമെയിൽ റിക്വസ്റ്റ് അയച്ച് ആമസോൺ വഴി അവരുടെ കോൺടാക്റ്റ് എടുത്തിട്ട് ഞാൻ റിപ്പയർ ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് അയച്ചു. അവർ അതിന് റിപ്പയറിങ് പരിപാടി ഇവന്മാർക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവന്മാർ നേരെ ഒരു പുതിയ ഡിവൈസ് തന്നു. ഇതാണ് ആ പുതിയ ഡിവൈസ്. അപ്പം ഇവന്മാരുടെ സർവീസ് എടുത്തു പറയേണ്ടതാണ്. മൈക്ക് 2-ലുള്ളതുപോലെ തന്നെ ഇതിലും ലിങ്ക് ബട്ടൺ ഉണ്ട്. ലിങ്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആക്ഷൻ 5 Pro പോലുള്ള വേറെ DJIയുടെ ഡിവൈസസിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് ആക്ഷൻ ക്യാമറയാണ്. ഇപ്പോൾ ഇത് നേരെ വർക്ക് ചെയ്യണം, അല്ലെ റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് ബട്ടണിൽ നമ്മൾ നേരെ പ്രസ് ചെയ്താൽ മതി. അത് നേരെ റെക്കോർഡിങ് സ്റ്റാർട്ടാവും. നമ്മൾ എപ്പോഴും ഒരു റെക്കോർഡ് ഇങ്ങനെ ഒരു സെൽഫി പോലെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ റെക്കോർഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ജെർക്കിങ്ങും കാര്യങ്ങളും വരും. അതിങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലപ്പോൾ നമ്മൾ ആക്ഷൻ ക്യാമറ പോലുള്ള ഇത് കുറച്ച് ദൂരെ ആയിരിക്കും വെക്കുന്നത്, ഇങ്ങനെ ദൂരെ വെച്ചായിരിക്കും ചെയ്യുന്നത്. ഇങ്ങനെ ദൂരെ വെച്ച് എടുക്കുന്ന ടൈമിൽ നമ്മൾ ഇപ്പോൾ സെൽഫി സ്റ്റിക്കോ വല്ലോ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്സസ് കാണത്തില്ല. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ റെക്കോർഡിങ് ഓണാവും. അതൊരു ഭയങ്കര അഡ്വാൻറ്റേജാണ്. DJIയുടെ മൈക്ക് മിനിയിലും ഉണ്ട് ഇത്, അത് മൈക്ക് 2-ലും ഉണ്ട്. അപ്പം ഈ DJI ഡിവൈസസ് ഉണ്ടെങ്കിൽ DJIയുടെ തന്നെ മൈക്ക് സിസ്റ്റം വാങ്ങിക്കുന്നത് ഒരു വലിയ അഡ്വാൻറ്റേജാണ്. ഈ 37,000 മുടക്കി ഫുൾ DJIയുടെ മൈക്ക് 2-ൻ്റെ സിസ്റ്റം വാങ്ങിക്കേണ്ട കാര്യമില്ല. നമുക്കിത് ഇതുപോലെ ഒരു ട്രാൻസ്മിറ്റർ മാത്രമായിട്ടും കിട്ടും. ഈ ട്രാൻസ്മിറ്റർ മാത്രമായിട്ടുള്ള ഡിവൈസിന് 11,000-12,000 രൂപയ്ക്കൊക്കെ കിട്ടാനുണ്ട്. ഇപ്പോൾ അവൈലബിൾ ആണോ എന്നറിയത്തില്ല. ഞാൻ ഇതങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പം അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് DJI ഡിവൈസായിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് നല്ല പവർ ബാക്കപ്പ് ഉണ്ട്, പവർ ഇഷ്യൂസും കാണത്തില്ല, പെട്ടെന്ന് ചാർജ് ആവുകയും ചെയ്യും. അപ്പം ഫുൾ സിസ്റ്റം വാങ്ങുന്നതിന് പകരം ഇതുപോലെ ഒരു ഡിവൈസ് മാത്രം വാങ്ങിച്ചും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. DJIയുടെ മൈക്ക് 2 എന്ന് പറഞ്ഞ ഈ ഡിവൈസ് ബ്ലൂടൂത്ത് വഴി ബ്ലൂടൂത്ത് ഡിവൈസുകളിലോട്ട് കണക്റ്റ് ആവും. അതായത് DJIയുടെ ക്യാമറകളിലോട്ടോ അല്ലാതെ മൊബൈൽ ഫോണിലോട്ടോ ഒക്കെ അത് കണക്റ്റ് ആവും. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യമേ നമ്മൾ ഇതിൻ്റെ പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്യാനായിട്ട് ഈ ബട്ടണിൽ പവർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പവർ ഓൺ ആവും. അപ്പോൾ ഇത് പെയറിംഗ് മോഡ് ഇങ്ങനെ നിൽക്കുക. കത്തിയിട്ട് പിന്നെ യെല്ലോ ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ DJIയുടെ തന്നെ റിസീവറിലോട്ട് കണക്ട് ചെയ്യാനുള്ള മോഡാണ്. അത് പോയാൽ നമുക്ക് ബ്ലൂടൂത്ത് ഡിവൈസുമായിട്ട് കണക്റ്റ് ആകത്തില്ല. അപ്പം ബ്ലൂടൂത്ത് പെയർ ചെയ്യാനുള്ള ഡിവൈസിലോട്ട് പോകണം. അതിന് വേണ്ടി ഈ റെക്കോർഡ് ബട്ടണിൽ ഒന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പിടിക്കണം. ക്ലിക്ക് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും നീല ലൈറ്റ് കത്തിയിട്ട് പിന്നെ മഞ്ഞ ബ്ലിങ്ക് ചെയ്യാൻ പറ്റും. അതാണ് ആ മോഡിലോട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്.
കണ്ടോ, നീല കത്തി മഞ്ഞ ബ്ലിങ്ക് ചെയ്യുന്നു. ബ്ലൂടൂത്ത് പെയർ ചെയ്യാനുള്ള മോഡിലോട്ടായി. പക്ഷേ പെയറിംഗ് മോഡിൽ വന്നിട്ടില്ല. പെയറിംഗ് മോഡിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കണം. അപ്പം നീല ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. കണ്ടോ, നീല ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ? ഇനി ഇത് ഞാൻ ഈ സൈഡിലോട്ട് വെക്കുക. എന്നിട്ട് ഒരു ഫോണ് നേരെ കൊണ്ടുവന്ന് ബ്ലൂടൂത്ത് ഓണാക്കിയിട്ട് DJയുടെ ഇത് സെലക്ട് ചെയ്തു. കണ്ടോ, കണക്റ്റഡ് ഫോർ കോൾസ് എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ഐഫോണിൽ നേറ്റീവ് ആയിട്ടുള്ള ക്യാമറയിൽ ഡയറക്റ്റ് ലിങ്ക് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ആൻഡ്രോയിഡിൽ അങ്ങനെയല്ല. നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള ക്യാമറ ആൻഡ്രോയിഡിൻ്റെ ക്യാമറയിൽ ഇത് വർക്കാകത്തില്ല. പക്ഷേ പ്രോ ക്യാമറാസ് ഉണ്ട്, തേർഡ് പാർട്ടി പ്രോ ക്യാമറാസ്, അതായത് ബ്ലാക്ക് മാജിക് അതുപോലൊക്കെ ഉള്ള. പിന്നെ സാംസങ്ങിൻ്റെ ചില കൂടിയ ഡിവൈസുകളിൽ വർക്കാവും. ഇത് എൻ്റെ A55 എന്ന് പറഞ്ഞിട്ട് സാംസങ്ങിൻ്റെ മൊബൈലാണ്. ഇതിൽ ഞാൻ കണക്ട് ചെയ്യാൻ നോക്കി പറ്റുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൽ വീഡിയോ പോയി കഴിഞ്ഞാൽ ഈ തേർഡ് പാർട്ടി ഇത് ലിങ്ക് ചെയ്യാനുള്ള ഒരു ഫീച്ചേഴ്സ് ഇതിലില്ല. പിന്നെ ഞാനിതെങ്ങനെ കണക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ FV5 എന്ന് പറഞ്ഞിട്ട് ഇതിൽ പോയി ഇതിൽ ഈ സംഭവം കണക്റ്റഡാണ്. ഇത് ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ, റെക്കോർഡ് ക്ലിക്ക് ചെയ്തു. ഇനി ഞാൻ ഈ മൈക്കിൽ സംസാരിച്ച് കാണിച്ചു തരാം. ഈ മൈക്കിൽ സംസാരിക്കുമ്പം കണ്ടോ, ആ ഓഡിയോ മീറ്റർ അനങ്ങുന്നുണ്ടോ? ഓഡിയോ മീറ്റർ ഞാൻ ഈ ഓരോന്ന് പറയുമ്പോഴും അതിനനുസരിച്ച് ഓഡിയോ മീറ്റർ അനങ്ങുന്നുണ്ട്. ഇത് ബ്ലൂടൂത്ത് വഴി കണക്റ്റ് ആയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ DJയുടെ ഈ ഡിവൈസിന് വേറൊരു യൂണിറ്റ് ഇവിടെ കുത്തി, റിസീവർ യൂണിറ്റ് കുത്തി കണക്ഷൻ എടുക്കണമെന്നില്ല. ബ്ലൂടൂത്ത് വഴിയും കണക്ഷൻ വരും. പക്ഷേ അത് ലിമിറ്റഡ് ടു ചില പ്രോ ക്യാമറാസ് ആണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇനി ഞാൻ ഇതേ സംഭവം ബ്ലൂടൂത്ത് വഴി DJയുടെ ഒരു ക്യാമറയിലോട്ട് കണക്ട് ചെയ്യുന്ന കാണിച്ചു തരാം. ഇതേപോലെ തന്നെ നമ്മൾ ബ്ലൂടൂത്ത് പെയറിങ് കിടക്കുക. നേരത്തെ സെയിം പ്രോസസ്സ് തന്നെ ചെയ്യുക. ഞാൻ ഒന്നും കൂടെ വേണേൽ കാണിച്ചു തരാം പ്രോസസ്സ്. ഈ പ്രാവശ്യം ഞാൻ പറയുന്നില്ല, ഞാൻ ഡയറക്റ്റ് പ്രോസസ്സ് ചെയ്യുവാണ്. ഓണാക്കി. ഓക്കെ, ഈ തവണ ഓണാക്കിയപ്പോഴത്തേക്കും ഡയറക്റ്റ് ബ്ലൂടൂത്ത് പെയറിങ്ങിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പം DJയുടെ ഒരു ഡിവൈസ് കൊണ്ടുവന്നു, Action 5 Pro എന്ന് പറഞ്ഞ ക്യാമറ. ഇത് ഓണാക്കി കഴിയുമ്പോഴത്തേക്കും ഇത് കണ്ടോ, ഇതിൽ നമുക്ക് വയർലെസ് മൈക്ക് സെലക്ട് ചെയ്യാം. ഇത് കണ്ടോ, TX1 ട്രാൻസ്മിറ്റർ 1 എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോഴാണ് ബ്ലൂടൂത്ത് പെയറിങ്ങിലോട്ട് വന്നിരിക്കുന്നത്. കണ്ടോ, കണക്റ്റായി. ഇപ്പം നേരത്തെ പോലെ തന്നെ ഇവിടെ കൺഫേം കൊടുക്കണം. നമ്മൾ കൺഫേം കൊടുത്തു. ഓഡിയോ മീറ്റർ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇപ്പം ഈ മൈക്ക് എടുത്ത് ഞാൻ ഇതിലോട്ട് സംസാരിക്കുക. ഇതിൽ സംസാരിക്കുമ്പോൾ കണ്ടോ, പീക്ക് ചെയ്യുന്നുണ്ടോ? അതാണ്. ഞാൻ ജസ്റ്റ് ക്യാമറ ഓണാക്കിയിട്ട് അതൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ക്യാമറയുടെ സ്ക്രീനിൽ, റെക്കോർഡിംഗ് സ്ക്രീനിൻ്റെ മേലിലായിട്ട് ആ ഓഡിയോ മീറ്റർ കണ്ടോ. അപ്പം ഇത് ബ്ലൂടൂത്തിൽ കണക്റ്റ് ആയിരിക്കുകയാണ്. അപ്പം ഇതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ബ്ലൂടൂത്ത് ഡിവൈസുകൾ മൊബൈലോ അല്ലെങ്കിൽ DJയുടെ ക്യാമറയിലൊക്കെ ഈ DJI Mic 2ൻ്റെ ട്രാൻസ്മിറ്റർ മാത്രം വെച്ച് വേറൊരു റിസീവർ ഇല്ലാതെ കണക്ട് ചെയ്യാൻ നമുക്ക് പറ്റും. ഇതിൻ്റെ ലിങ്ക് ബട്ടൺ വഴി നമുക്ക് DJയുടെ ക്യാമറാസ് കൺട്രോൾ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഇവിടെ DJയുടെ ക്യാമറ ഓണാക്കി വെച്ചിരിക്കുകയാണ്. അതിൽ ലിങ്ക് ബട്ടൺ യൂസ് ചെയ്ത് കണക്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ Mic 2 ആണ്, എൻ്റെ ട്രാൻസ്മിറ്റർ. ഇത് ലിങ്ക് ബട്ടൺ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം അവിടെ റെക്കോർഡാവും. ഇതിവിടെ ഞാൻ പിടിച്ചിട്ടുണ്ട്. ഞാൻ ഈ ലെൻസിലോട്ട് ഇത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. കണ്ടോ, ഇപ്പം ഞാൻ നേരെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പം അവിടെ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റും റെക്കോർഡിങ്. അപ്പം ഞാൻ മൈക്ക് അടുത്തോട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ മൈക്ക് വരി പറയുന്നത് ആക്ഷൻ ക്യാമറയിൽ ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യുവാണ്. ഈ മൈക്ക് വരിയാണെന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് കാണിച്ചു തരാം. ഇത് ഞാൻ ഇച്ചിരി ദൂരത്തോട്ട് വെക്കുക. ദൂരത്തോട്ട് വെച്ച് സംസാരിക്കുമ്പം അപ്പോഴും ചിലപ്പോൾ കിട്ടുമായിരിക്കും. നല്ല പെർഫോമൻസ് ആണ് ഇതിനുള്ളത്. എന്നാലും സൗണ്ട് ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇച്ചിരിയും കൂടെ ദൂരെ വെച്ചു. ഇപ്പോൾ എങ്ങനെ സൗണ്ടൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അടുത്തോട്ട് കൊണ്ടുവരണം. ഞാനിപ്പോൾ അടുത്തോട്ട് കൊണ്ടുവന്നു.
ഇപ്പം നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് കേൾക്കാം. ഞാനിനി ലിങ്ക് ബട്ടണിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ റെക്കോർഡിങ് നിൽക്കും. അപ്പം ഞാൻ അത് മനസ്സിലാക്കാൻ വേണ്ടി ഈ നോർമൽ ക്യാമറയിൽ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് രണ്ടും സൈഡ് ബൈ സൈഡ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ലിങ്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു, അപ്പോൾ സ്റ്റോപ്പ് ആവും. ഇപ്പം കണ്ടോ, റെക്കോർഡിങ് കഴിഞ്ഞു. അപ്പം ഇപ്പോൾ ആക്ഷൻ ക്യാമറ റെക്കോർഡാകുന്നില്ല, ഇത് പ്രിവ്യൂ മാത്രമാണ്. അപ്പം ഇങ്ങനെ ലിങ്ക് ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാനും പറ്റും, റെക്കോർഡ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഡി ജെയുടെ ക്യാമറാസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡി ജെയുടെ മൈക്ക് 2 മൈക്ക് മിനിയോ, മൈക്ക് മിനിയിലും ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. ഇങ്ങനെ ലിങ്ക് ബട്ടൺ യൂസ് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്, കണക്ട് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനും ഒക്കെ പറ്റുന്നതാണ്. ഇപ്പം ഈ ആക്ഷൻ ക്യാമറയിൽ റെക്കോർഡായ സൗണ്ട് ഓഡിയോ ടെസ്റ്റായിട്ട് ഞാനിടാം. അഡീഷണൽ ഞാൻ ഒരു ടെസ്റ്റും കൂടെ ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചർ, സറൗണ്ടിങ് എന്തെങ്കിലും ഡിസ്റ്റർബൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇത് പിടിക്കാതെ വരും. അപ്പം അത് ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയുന്നത് വെച്ചാൽ, ഇവിടെ ഒരു ഗ്രീൻ കളർ ലൈറ്റുണ്ട്. ഈ ലൈറ്റ് കത്തി നിൽക്കുകയാണെങ്കിൽ നോയ്സ് ക്യാൻസലേഷൻ ഓണാണ്. അത് ഓഫാണെന്ന് മനസ്സിലാകുന്നത് ഇത് ബ്ലൂ കളറാവും. നോയ്സ് ക്യാൻസലേഷൻ ഓണും ഓഫ് ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ പവർ ബട്ടൺ ഉണ്ട്. അതിൽ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ ഇത് ക്ലിക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പം നീലയായത് കണ്ടോ, ഇപ്പം നോയ്സ് ക്യാൻസലേഷൻ ഇല്ല. ഇപ്പോൾ ഈ നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിലെ സൗണ്ട് എങ്ങനെയുണ്ട്, എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ട്. ഇവിടെ ഒരു ഫാനൊക്കെ കറങ്ങുന്നുണ്ട്, സ്ഥിരമുള്ള ഫാനാണ്. ആ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇനി നോയ്സ് ക്യാൻസലേഷൻ ഞാൻ ഒന്ന് ഓണാക്കുക. ഓക്കെ, നോയ്സ് ക്യാൻസലേഷൻ ഓണാക്കാൻ മാറി ലിങ്ക് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു, അത് ഓഫായി, റെക്കോർഡിങ് ഓഫായിപ്പോയി. ഓക്കെ, പവർ ബട്ടണിലാണ്, അങ്ങനെ മാറി കയറി ഞെക്കരുത്. അപ്പോൾ പവർ ബട്ടണിൽ ഒന്നും കൂടെ ഞെക്കുവാണ്, അപ്പം നോയ്സ് ക്യാൻസലേഷൻ ഓണാവും. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓണായിട്ടുണ്ട്. ആ യെല്ലോ ഗ്രീനിഷ് കളറ് കാണുമ്പോൾ മനസ്സിലാകാൻ പറ്റും. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും റെക്കോർഡിങ്ങിൻ്റെ സൗണ്ട് എങ്ങനെയുണ്ട്, ക്വാളിറ്റി. അപ്പം നിങ്ങൾക്ക് ഞാനിവിടെ ഇതിൽ ഡി ജെ ഐയിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഞാൻ ഓഫ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇപ്പം ഡി ജെ മൈക്ക് 2നെ കുറിച്ചൊരു ഫുൾ ഓവറോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓഡിയോ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് കേട്ട് നോക്കാം, അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും മനസ്സിലാക്കും. എൻ്റെ ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മറ്റ് പല വയർലെസ് മൈക്കിലും ഇല്ലാത്ത പല ഫീച്ചേഴ്സും ഉണ്ട്. മൊബൈലായിട്ട് ഡയറക്റ്റ് ബ്ലൂടൂത്ത് വഴി ലിങ്ക് ചെയ്യാൻ പറ്റും. ഐഫോണിൽ വളരെ എളുപ്പമാണ്. ആൻഡ്രോയിഡിൽ പ്രോ ക്യാമറാസ് യൂസ് ചെയ്താൽ അത് ചെയ്യാൻ പറ്റും. പിന്നെ കൂടിയ ചില മൊബൈൽസിൽ മൊബൈലിലെ നേറ്റീവ് ആയിട്ടുള്ള ക്യാമറയിൽ പ്രോ ക്യാമറേസിൽ അത് അവൈലബിൾ ആണ്. ഡി ജെയുടെ ക്യാമറയിലോട്ടും ഈ ബ്ലൂടൂത്ത് വഴി ഡയറക്റ്റ് കണക്ട് ചെയ്ത് ആ ക്യാമറ കൺട്രോൾ ചെയ്യാനും അതിൻ്റെ കൂടെ നമുക്ക് റെക്കോർഡ് ചെയ്യാനും ഒക്കെ ഈ മൈക്ക് ഹെൽപ്ഫുള്ളാണ്. അപ്പം വേറൊരു നല്ല ടെക് വീഡിയോ ആയിട്ട് പിന്നീട് വരാം. അതുവരെ ബൈ ബൈ.